നമസ്കാരം. പല സുഹൃത്തുക്കളും ചോദിക്കുന്നത് എന്തിനാണ് എമ്പുരാൻ സിനിമയ്ക്ക് നേരെ ഇത്രയും വലിയ വിമർശനം എന്നാണ്. സിനിമയിൽ വലതുപക്ഷ രാഷ്ട്രീയത്തെ വിമർശിക്കുന്നത് കൊണ്ടല്ല എമ്പുരാൻ എന്ന സിനിമയ്ക്ക് നേരെ വിമർശനം. കേരളത്തിലിറങ്ങുന്ന 100% സിനിമകളും സംഘപരിവാറിനെ വിമർശിച്ചും പരിഹസിച്ചും ഒക്കെയുള്ള സിനിമകളാണ്. സിനിമകൾ വഴി വളർന്നവർ അല്ല സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ. 100 കൊല്ലമായി അവർ രാജ്യത്ത് പ്രവർത്തിക്കുന്നു. ഇന്ന് രാജ്യവും ഇന്ത്യയിലെ 17ഓളം സംസ്ഥാനങ്ങളും സംഘപരിവാർ ഭരിക്കുന്നു. ഏതെങ്കിലും ഒരു RSS നേതാവിന്റെ പേര് ആർക്കെങ്കിലും പറയാമോ? ഏതെങ്കിലും ഒരു RSS ഓഫീസ് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ? ചാനൽ മൈക്കുകൾക്ക് മുന്നിലും അന്ത്യചർച്ചകളിലും കവലപ്രസംഗങ്ങളിലും ഒന്നും അവരെ കാണില്ല. അവരുടെ പ്രവർത്തന രീതികൾ അങ്ങനെയൊന്നുമല്ല. എന്നാൽ എല്ലായിടത്തും അവർ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഖത്തറിലെ മുഴുവൻ എണ്ണയും വിറ്റുകിട്ടുന്ന പണം കൊണ്ട് സംഘപരിവാർ പ്രസ്താവനകൾക്കെതിരെ ആയിരക്കണക്കിന് സിനിമകൾ എടുത്താലും അവരെ അതൊന്നും ബാധിക്കില്ല. എമ്പുരാൻ സിനിമ പ്രൊപ്പഗാൻഡ സിനിമയാണ്. അതിൽ തെറ്റൊന്നുമില്ല. സിനിമ വഴി രാഷ്ട്രീയവും മതവും ഒക്കെ പ്രചരിപ്പിക്കാൻ അവകാശമുണ്ട്. പൃഥ്വിരാജിന്റെ രാഷ്ട്രീയം, ഇന്ത്യ വിരുദ്ധത, മത തീവ്രവാദി പ്രസ്ഥാനങ്ങളോടുള്ള ആഭിമുഖ്യം തുടങ്ങിയവയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ പൃഥ്വിരാജ് അയാളുടെ സിനിമയിൽ തീവ്രവാദികളെ വെള്ളപൂശുന്നതും ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥരെ, പ്രത്യേകിച്ച് ഇന്ത്യയിലെ ജനങ്ങളെ തീവ്രവാദ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷണം നിർത്തുന്ന NIA പോലുള്ള ഏജൻസികളെ താറടിച്ച് കാണിക്കുന്നതിലും ഒരു അത്ഭുതവുമില്ല. ഇന്ത്യയുടെ ദേശീയ പതാകയ്ക്കെതിരെ പോലും സിനിമയിൽ വിഷം തുപ്പുന്നുണ്ടായിരുന്നു. പിന്നീടത് ആദ്യ സെൻസറിൽ കട്ട് ചെയ്തതാണ്. അതും വേണമെങ്കിൽ കണ്ടില്ല എന്ന് നടിക്കാം. കാരണം ഇതൊരു പൃഥ്വിരാജ് സിനിമയാണ്. പക്ഷേ ഇവിടെ പൃഥ്വിരാജ് ചെയ്തത് രാജ്യം മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കലാപത്തെ ഗൂഢലക്ഷ്യത്തോടെ വീണ്ടും ചർച്ചയാക്കിയിരിക്കുകയാണ് സിനിമയിൽ. ആ കലാപത്തിന്റെ 2 വിഭാഗത്തിൽപ്പെട്ട ആളുകളും കൊല്ലപ്പെട്ടു. ആ കലാപം തുടങ്ങിയത് ആരാണ്? അതിൽ ആരൊക്കെ ശിക്ഷിക്കപ്പെട്ടു? അതിൽ ജുഡീഷ്യൽ അന്വേഷണത്തിൽ എന്തൊക്കെ പറഞ്ഞു എന്നൊക്കെ എത്ര മൂടി വെച്ചാലും എത്ര വളച്ചൊടിച്ചാലും ചരിത്ര സത്യങ്ങളാണ്. ആ കലാപത്തെക്കുറിച്ച് വീണ്ടും ചർച്ച ചെയ്യാൻ പോലും ആർക്കും താല്പര്യമില്ല. ആ മുറിവിനെയാണ് പൃഥ്വിരാജ് ഒരു വിഭാഗത്തെ മാത്രം വെള്ളപൂശി അവതരിപ്പിച്ചത്. സിനിമയിൽ അത് ജസ്റ്റ് മെൻഷൻ ചെയ്തു പോവുക മാത്രമായിരുന്നുവെങ്കിൽ അങ്ങനെയും പറയാം. ഇത് സിനിമയുടെ ആദ്യ 20 മിനിറ്റ് മുഴുവൻ ഈ കലാപമാണ് വെള്ളപൂശി കാണിക്കുന്നത്. പൃഥ്വിരാജിന്റെ അല്ലെങ്കിൽ അയാൾക്ക് പിന്നിലുള്ളവരുടെ ലക്ഷ്യം വ്യക്തമാണ്. ആ കലാപത്തെക്കുറിച്ച് ഇന്ത്യയിൽ വീണ്ടും ചർച്ച ഉണ്ടാകണം. ആ കലാപത്തിലെ ബാധിക്കപ്പെട്ട ജനത ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഒരു വിഭാഗത്തെ വെള്ളപൂശി ഇന്ത്യയിലെ നിയമങ്ങളെയും ചരിത്ര സത്യങ്ങളെയും വെല്ലുവിളിച്ച് ഇത്രയും വിഷം വീണ്ടും പൃഥ്വിരാജ് തുപ്പുന്നുവെങ്കിൽ അവന്റെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. വീണ്ടും ആ കലാപത്തിന്റെ പേരിൽ ഇവിടെ 2 സമൂഹങ്ങൾ കലഹിക്കുക, അതിന്റെ പേരിൽ വീണ്ടും സമൂഹ സ്പർദ്ധ ഉണ്ടാക്കുക. വെറും ക്രിമിനൽ ബുദ്ധിയല്ല പൃഥ്വിരാജിന്റേത്. കേരളത്തിൽ മാത്രം ഈ സിനിമ കാണിച്ചിട്ട് കാര്യമില്ല എന്ന് അവനും ഈ സിനിമയ്ക്ക് ഫണ്ട് ചെയ്തവർക്കും അറിയാം. കേരളത്തിലെ 3.5 കോടി ജനങ്ങളും ഈ സിനിമ കണ്ടിട്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാകില്ല എന്നറിയാം. കാരണം ആ കലാപത്തെ വെള്ളപൂശി വംശഹത്യയാക്കി മൂടി വെച്ചിരിക്കുകയായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ. സഫാരി പോലുള്ള ചാനലുകളിൽ മാത്രമാണ് യഥാർത്ഥ സത്യം തുറന്നു കാണിച്ചത്. ഈ സിനിമ പാൻ ഇന്ത്യ റിലീസ് ചെയ്ത് വീണ്ടും ജനങ്ങളുടെ മനസ്സിലേക്ക് വിഷം കുത്തിക്കയറ്റാനാണ് ശ്രമിച്ചിട്ടുള്ളത്. മോഹൻലാൽ കോട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന 7-8 സീൻ മാത്രമേ ഉള്ളൂ സിനിമയിൽ. പറയുമ്പോൾ മോഹൻലാൽ സിനിമ എന്ന് പറഞ്ഞ് മാർക്കറ്റിംഗും ചെയ്യാം. എങ്ങനെയുണ്ട് ബുദ്ധി? അവർ ഉദ്ദേശിച്ചതുപോലെ നടക്കാതിരുന്നത് കോടിയേരിയുടെ സന്തതി കാണിച്ച മണ്ടത്തരം കൊണ്ടാണ്. കേരളത്തിന് പുറത്തെ സിനിമ ക്ലിക്കായിട്ടായിരുന്നു വിവാദമെങ്കിൽ അവരുടെ ലക്ഷ്യം നേടിയേനെ. പക്ഷേ കേരളത്തിൽ തന്നെ ആദ്യ ദിവസം തന്നെ വിവാദമായി. സിനിമയിൽ ഇന്ത്യക്ക് എതിരെയും ഹിന്ദുക്കൾക്കെതിരെയും മാത്രമല്ല ക്രിസ്ത്യൻ വിശ്വാസികളെ കൂടി ഹീനമായി ആക്രമിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഒരു ആഭ്യന്തര കലാപം പോലും ഉണ്ടാക്കാൻ വേണ്ടി കരുതിക്കൂട്ടി ഉണ്ടാക്കിയ സിനിമയാണ് എമ്പുരാൻ എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതിന് പിന്നാലെ വിദേശ ധനസഹായമൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. ഇത്രയും വലിയ പബ്ലിസിറ്റി കൊടുത്ത് വമ്പൻ ബജറ്റിൽ സിനിമ എടുക്കാൻ പറ്റിയ നിർമ്മാതാക്കൾ ഒന്നും കേരളത്തിൽ ഇല്ല എന്നോർക്കണം. സംവിധായകന് ദിവസവും 5 സ്റ്റാർ ഹോട്ടലിൽ സ്റ്റേ ചെയ്യാൻ തന്നെ വേണ്ടി മാത്രം വന്നത് 20,000 രൂപയായിരുന്നുവെന്ന് ഈ സിനിമയിൽ പ്രവർത്തിച്ചവർ തന്നെ പറയുന്നുണ്ട്. ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും തകർത്ത് ഇന്ത്യയിൽ ഒരു ആഭ്യന്തര കലാപം സൃഷ്ടിക്കാൻ വേണ്ടി വിദേശ ഫണ്ടിന്റെ സഹായത്തോടെ മോഹൻലാലിനെ മുൻനിർത്തി സിനിമയിൽ വെറും സൈഡ് മാത്രം സൃഷ്ടിച്ച ഒരു പ്രൊപ്പഗാൻഡ സിനിമ മാത്രമാണിതെന്ന് സാമാന്യ യുക്തി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാകും.
അതുകൊണ്ടാണ് RSS നേരിട്ട് ഇടപെട്ടതും വീണ്ടും സെൻസർ ചെയ്യേണ്ടി വന്നത്. ഇതിനു മുൻപ് RSS ഇന്ത്യയിലെ ഒരു സിനിമയ്ക്ക് നേരെയും ഇത്രയും വിമർശനം ഉന്നയിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അവർ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുക പോലുമില്ല. പക്ഷേ എമ്പുരാനിലെ ഗൂഢാലോചനയും രാജ്യത്തോടുള്ള വെല്ലുവിളിയും അതിലെ അപകടവും കൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ നീക്കം നടത്തിയതും സെൻസറിംഗ് നടന്നത്. പലരും വിചാരിക്കുന്നത് കേരളത്തിലെ ഓൺലൈൻ സംഖ്യകൾ വിമർശനം ഉന്നയിച്ചപ്പോൾ പൃഥ്വിരാജ് ഭയന്ന് സെൻസർ ചെയ്യാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നതെന്നാണ്. RSSന്റെ കൃത്യമായ ഇടപെടലാണ് ഇന്ത്യയിൽ വീണ്ടും കലാപം ഉണ്ടാക്കാൻ വരെ സാധ്യത ഉണ്ടായിരുന്ന ഈ സിനിമയുടെ മേൽ കത്തി വീണ്ടും വെപ്പിച്ചത്. ഈ സിനിമയ്ക്ക് പിന്നിലുള്ള ഗൂഢാലോചന, വിദേശ ഫണ്ടിംഗ്, വിദേശ ഇടപെടലെല്ലാം അന്വേഷിക്കണം. ഇന്ത്യക്കെതിരെയുള്ള ഗൂഢാലോചന കണ്ടെത്തിയാൽ എല്ലാത്തിനെയും പിടിച്ച് അകത്തിടണം. പഴയതുപോലെ തീവ്രവാദത്തിനെതിരെ നടപടിയെടുക്കുമ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം, ന്യൂനപക്ഷ പീഡനം എന്നൊന്നും പറഞ്ഞ് ഒരുത്തനും വരില്ല. ആ കാലമൊക്കെ പോയി. ആർക്ക് വേണ്ടിയാണ്, ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യ മറക്കാൻ ആഗ്രഹിച്ച ഒരു കലാപത്തെ, ഒരു വിഭാഗത്തെ മാത്രം വെള്ളപൂശി തുടർച്ചയായി 20 മിനിറ്റോളം സിനിമയിൽ കാണിച്ചിരിക്കുന്നത് എന്നറിയണം. ഇന്ത്യയിൽ സമാധാനത്തോടെ ജീവിക്കുന്ന ജനങ്ങളുടെ ഉള്ളിൽ വിഷം കുത്തി നിറച്ച് അവരെ കലാപത്തിന് വരെ പ്രേരിപ്പിക്കാൻ സാധ്യതയുള്ള ഈ സിനിമ ഇന്ത്യയിൽ പൂർണ്ണമായും നിരോധിക്കുകയാണ് വേണ്ടത്. കേരളത്തിന് പുറത്ത് ഈ സിനിമ ക്ലച്ച് പിടിക്കാത്തത് കൊണ്ട് അങ്ങനെ ചെയ്യുമോ എന്നത് സംശയമാണ്. 2 ദിവസം കൊണ്ട് 100 കോടി രൂപ കളക്ഷൻ, 5 ദിവസം കൊണ്ട് 1000 കോടി എന്നൊക്കെയുള്ള തള്ളിന്റെ കണക്കുകൾ സൂക്ഷിച്ചു വെക്കുന്നത് നല്ലതാണ്. എന്തായാലും അവസാന കണക്ക് വരുമ്പോൾ എമ്പുരാൻ സിനിമ 1000 കോടി രൂപ കളക്ഷൻ നേടി. അതിൽ 975 കോടിയും നേടിയത് വിദേശത്ത് നിന്ന് എന്നാകും വാർത്ത. ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നേടിയ യഥാർത്ഥ കളക്ഷൻ ഉൾപ്പെടെ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കൃത്യമായ കണക്കുകൾ ലഭ്യമാണ് എന്നതുകൂടി ഓർക്കുക. ഈ സിനിമ ഇന്ത്യ എന്ന രാജ്യത്തിനോടുള്ള വെല്ലുവിളി തന്നെയാണ്. ഇതിന് പിന്നിലുള്ള ഗൂഢാലോചനയും ഇതിനു വേണ്ടി ഫണ്ട് ഇറക്കിയവരെയും കണ്ടെത്തുക തന്നെ വേണം. ഇന്ത്യയിലെ സുരക്ഷാ ഏജൻസികൾ കോമാളികളാണോ അല്ലയോ എന്നൊക്കെ വരും കാലങ്ങളിൽ യഥാർത്ഥ ജീവിതത്തിൽ നിന്ന് മനസ്സിലാകും. ഭാര്യയെ കൊണ്ട് ഭീഷണിയും അമ്മയെ കൊണ്ട് ഇരവാദവും ഇറക്കിയത് കൊണ്ട് രക്ഷപ്പെടാൻ കഴിയുമെന്നാണോ കരുതുന്നത്? ഇത് ഇന്ത്യയാണ്. ഈ രാജ്യത്തിനെതിരെ ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അവരെയൊക്കെ എത്തേണ്ടിടത്ത് എത്തിയിട്ടുമുണ്ട്. കാലമെല്ലാത്തിന് മറുപടി നൽകും. ജിതൻ ജേക്കബ് എന്ന ഒരു നിരീക്ഷകന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണിത്. എമ്പുരാൻ എന്ന സിനിമ കേരളത്തിനകത്തും പുറത്തുമായി സൃഷ്ടിച്ച കോളിളക്കം അത്ര ചെറുതൊന്നുമല്ല. ഈ ഒരു അവസരത്തിൽ തന്നെ പലരും ആരോപണങ്ങളുമായി രംഗത്തെത്തുന്നുണ്ട്. ഈ ഫേസ്ബുക്ക് പോസ്റ്റും പറയുന്നത് അത് തന്നെയാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. PRS ഹോസ്പിറ്റൽ, കിള്ളിപ്പാലം, തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.